ഇന്ന് നമ്മൾ പോകുന്നത് ഒരു അഗ്രികൾച്ചർ ഫാമിലോട്ടാണ്. നമുക്ക് ഇവിടെ ധാരാളം വാഹനങ്ങൾ കാണാം. ഇപ്പോൾ ഇവിടെ കൃഷിയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് ഇങ്ങനെയുള്ള ഫാമിംഗ് പ്രോഡക്റ്റ്സ് ഒക്കെ വിൽക്കുന്നിടത്ത്. അപ്പം നമുക്ക് കുറച്ച് കമ്പോസ്റ്റ് വാങ്ങണം. പിന്നെ വല്ല ചെടിയുടെയൊക്കെ തൈ കിട്ടുവാണെങ്കിൽ അത് നോക്കണം. അപ്പോൾ ഇവിടെ ഈ കമ്പോസ്റ്റ് നിങ്ങൾക്ക് കാണാം, പല ടൈപ്പിലുള്ള കമ്പോസ്റ്റ് ഉണ്ട്. ഒമാനിലുണ്ടാക്കുന്നുണ്ട്, ചൈനയിൽ നിന്ന് വരുന്നുണ്ട്, ഡെൻമാർക്ക്, അങ്ങനെ പല പ്രോഡക്റ്റ് ഉണ്ട്. ഇവിടുത്തെ മണ്ണ് അത്ര കൃഷിക്ക് യോഗ്യമല്ലെന്ന് പറയാൻ പറ്റില്ല. ചില സ്ഥലത്ത് നല്ല മണ്ണുകൾ കിട്ടും. എങ്കിലും നമ്മുടെ വീട്ടിലൊക്കെ കൃഷി ചെയ്യാൻ ഈ കമ്പോസ്റ്റൂടെ ചേർത്താണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം, ഇവിടെ ധാരാളം കളർഫുള്ളായിട്ടുള്ള ചെടികളും മറ്റേ പച്ചക്കറിയുടെ വിത്തുകളും ഒക്കെ കിട്ടും. വിത്തല്ല, അവരത് പാകി മുളപ്പിച്ച് നമുക്കൊരു ചെറിയ തൈ ആക്കി തരും. നമുക്ക് ആ സെക്ഷനിലോട്ടൊക്കെ പോവാം. ഈ ചെടിയുടെ ഒന്നും പേരൊന്നും എനിക്കറിയില്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ. ഈ ഏരിയയിൽ നമുക്ക് കാണാം, ഇതെല്ലാം മറ്റേ പച്ചക്കറിയുടെ വിത്തുകളാണ്. വിത്ത് പാകി മുളപ്പിച്ച് ഒരു തയ്യാറാക്കി നമുക്ക് തരും. പിന്നെ ഇതുണ്ട് ഭരണികളുടെ ഒരു വൻ ശേഖരം തന്നെ ഉണ്ട് ഇവിടെ കേട്ടോ. അതിൻ്റെയൊക്കെ വില കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. നമുക്ക് 1-2 വില നോക്കാം. 80 റിയാൽ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു 15,000 രൂപയാണ് ആ ഒരു ഭരണിയുടെ വില. ആ ഒരു റേഞ്ചിൽ തന്നെയാണ്. ആ സൈസ് വെച്ചിട്ടാണ് അതിൻ്റെ വില. സൈസും പിന്നെ അതിൻ്റെ ഒരു ആർട്ട് വർക്കും ഒക്കെ കൂട്ടിയായിരിക്കും അവർ വില ഇടുന്നത്. ചെറിയ ചട്ടികളും ഉണ്ട്, ഭരണികളും ഉണ്ട്. ഇതൊക്കെ പുറത്തുനിന്ന് കൊണ്ടുവരുന്നതാണെന്നുള്ളതാണ് ഇതിലേറ്റവും രസകരമായിട്ടുള്ള കാര്യം. ഒരെണ്ണം പോലും ഇവിടെ ഉണ്ടാക്കുന്നതല്ല. ഇതെല്ലാം ചൈനയിൽ നിന്നും തായ്ലൻഡിൽ നിന്നും ഒക്കെ കൊണ്ടുവരുന്നതാണ്. എത്ര കെയർഫുള്ളായിട്ടായിരിക്കും ഇത് കൊണ്ടുവരുന്നല്ലേ. നമ്മുടെ ഒരാളുടെ വലിപ്പമുള്ള ഭരണിയൊക്കെ ഉണ്ട് ഇവിടെ. ഇതെല്ലാം വിത്തുകളാണ്. നമ്മുടെ നാട്ടിൽ ഒരു ഫാമിൽ ചെന്നാലുള്ള അതേ ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് ഇവിടെ. വളരെ ഒരു ഹെൽത്തി എൻവയോൺമെൻ്റാണ് ഇവിടെ. ഇതെല്ലാം നമ്മുടെ മാവിൻ്റെ തൈകളാണ്. പല ടൈപ്പ് മാവുകളുണ്ട്. അൽഫോൻസോ. ഈ പനയുടെ വില കേട്ടാൽ ഞെട്ടിപ്പോവും. നമുക്കിനി അകത്തോട്ട് പോയി നോക്കാം. വലിയൊരു ഫാമാണിത്. ഇത് ശരിക്കും ഒരു പഞ്ചാബികളുടെ ഫാമാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയുണ്ടെന്ന്. ഇവിടുത്തെ നമ്മൾ വെള്ളം ഒക്കെ എടുക്കാനുള്ള ഒരു ഇതാണ് നമ്മൾ മുമ്പേ കണ്ടത്. ഈ പന ഒമാനികളുടെ ഒരു ഫേവറേറ്റ് ഇൻഡോർ പ്ലാന്റാണ്. മിക്കവാറും ഒമാനികളുടെ വീട്ടിൽ ചെന്നാൽ നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ പല വലിപ്പത്തിലുള്ളതുണ്ട്. 100 തൊട്ട് ഒരു 200-250 റിയാൽ വരെ വിലയുള്ള പനകൾ നമുക്ക് കാണാൻ പറ്റും. ഇതെല്ലാം ഓരോ മരങ്ങളുടെ തൈകളാണ്. എന്തൊക്കെയാണെന്നൊന്നും നമുക്കറിയില്ല. കുറേയൊക്കെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഇൻഡോർ പ്ലാന്റിൻ്റെ ഒരു സെക്ഷൻ. ഏതൊക്കെ ടൈപ്പ് ഇൻഡോർ പ്ലാന്റ് ഉണ്ടോ അതെല്ലാം ഇവിടെ ലഭ്യമാണ്. ആന്തൂറിയം, ഓർക്കിഡ്, പലയിനം ബാമ്പു, സ്നേക്ക് പ്ലാന്റ് എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും അവൈലബിളാണ്. പക്ഷേ അത്യാവശ്യം നല്ല വിലയാണ് സാധനങ്ങൾക്കൊക്കെ. ഒരു 4 റിയാൽ 5
റിയാൽ തൊട്ട് മേളിലോട്ടാണ് മിക്ക ഇതിൻ്റെ വില. ഈ ബാമ്പൂവിനൊക്കെ നല്ല വിലയാണ്, ഒരു 15 റിയാൽ. ഇപ്പോൾ 15നെ നമ്മുടെ ഒരു 190 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് നമ്മുടെ നാട്ടിലെ വില കിട്ടും. ഇതെല്ലാം ഇമ്പോർട്ട് ചെയ്യുന്ന പ്ലാന്റ്സ് ആണ്. ഇവിടെ വളർത്തുന്നൊന്നുമല്ല, വലിയ കണ്ടെയ്നറിൽ കൊണ്ടുവരുന്നതാണ്. പല ടൈപ്പ് മണി പ്ലാന്റ് ഉണ്ട്. അൻസൂന് ഇവിടുന്ന് കുറേ മേടിച്ചാൽ കൊള്ളാമെന്നുണ്ട്, പക്ഷെ വില കാണുമ്പം അവൾ ജീവനും കൊണ്ട് ഓടുക. പക്ഷെ എത്ര കെയർഫുള്ളായിട്ട് അവർ ഇതൊക്കെ പരിപാലിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അതിൻ്റെ അകത്ത് നമ്മൾ അവരെ അഡ്മയർ ചെയ്യേണ്ട ഒരു കാര്യം. ഉണ്ടോ എട്ടർ റിയാൽ എന്താണെന്ന് എനിക്കറിയില്ല എൻ്റെ പേര്. നമ്മുടെ വീട്ടിൽ ഒരു 3, 2, 5 ചെടി വെച്ചാൽ തന്നെ നമുക്കതൊന്ന് കെയർ ചെയ്യാൻ വളരെ പാടാണ്. ചിലപ്പം വെള്ളം ഒഴിക്കാൻ മറന്നു പോകും, ചിലപ്പോൾ അത് പുഴു വരും. ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നു ലക്ഷക്കണക്കിന് ചെടികളും തൈകളും ഉണ്ട്. അതിനൊക്കെ എത്ര കെയർ കൊടുത്താലാണ് ഇതൊക്കെ ഈ ഒരു നല്ല ഫ്രഷ് ലുക്കിൽ നല്ല എനർജി ആയിട്ട് വളരുന്നതെന്നുള്ളത് ശരിക്കും അവരെ അഡ്മയർ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതുകൊണ്ട് നല്ല വിലയുള്ള ഒരു ചെടിയാണ്. എൻ്റെ പേരെന്നാന്ന് മറന്നുപോയി. അപ്പം നമുക്ക് ഇൻഡോർ ഹൗസിൽ നിന്ന് പുറത്തോട്ടിറങ്ങാം. ഇനി നമ്മൾ ചെല്ലുന്നത് കാക്ടസുകളുടെ ഒരു ലോകത്തേക്കാണ്. ഓ മൈ ഗോഡ്, എത്ര വെറൈറ്റി കാക്ടസുകളാന്ന് നോക്കി. ഇത് പ്രത്യേകിച്ച് ഇതൊരു മരുഭൂമിയുടെ സാമീപ്യമുള്ള രാജ്യമായതുകൊണ്ട് തന്നെ ആയിരിക്കാം നമ്മളൊന്നും ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വിവിധ തരത്തിലുള്ള കാക്ടസുകളുണ്ട്. തൊടാൻ പറ്റില്ല, എല്ലാം നല്ല മുള്ളാണ്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷെ അവരത് വളരെ കെയർലെസ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അതിനധികം വെള്ളമൊന്നും വേണ്ടാത്തതുകൊണ്ടാവും. ഇത് ബൊഗൈൻവില്ലകളുടെ ഒരു ലോകം. പല കളേഴ്സിലുണ്ട്, കുറേ കളറ് അവൈലബിൾ ആണെന്ന് തോന്നുന്നു. ഇതാണ് നമ്മുടെ വാഴ ഒമാനിൽ അത്ര വിരളമായിട്ടുള്ള ഒരു സംഭവമല്ല. സലാലയിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിനെക്കാട്ടി ടേസ്റ്റി ആയിട്ടുള്ള ഏത്തക്കായും മറ്റേ മോറിസ് പഴങ്ങളുമൊക്കെ കിട്ടും. ഇതുമൊക്കെ അവിടെ നിന്ന് വന്നതായിരിക്കും. ശരിക്കും ഒരു കാട് പോലാണ് ഓരോ ചെടികൾ ഇരിക്കുന്നത്. ഇത് നമ്മൾ മുമ്പേ കണ്ട പനയുടെ ചെറിയതാണ്, എങ്കിലും അതിന് ഒരു 10-50 റിയാൽ വില ഉണ്ടാവും. ഇതൊക്കെ എന്താണെന്ന് ഇവിടെ ആരും ഇല്ലൊന്ന് ചോദിക്കാൻ. നല്ല തിരക്കാണ്, അവരെല്ലാം അവിടെ ഫ്രണ്ടിലാണ്. ഇതല്ലേ സ്നേക്ക് പ്ലാന്റ് ആണ്. പടമൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ എന്താണെന്ന് എഴുതിയിട്ടില്ല. ഇത് നമ്മുടെ ചെമ്പരത്തി, നാടൻ ചെമ്പരത്തി. അതും പല കളേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷെ പൂ നമുക്ക് ആ ഒരെണ്ണേ അതേ കാണാൻ പറ്റുന്നുള്ളൂ.
ഇതാണ് ഇവിടുത്തെ മെയിൻ പമ്പ് ഹൗസ്. ഇവിടെ നിന്നാണ് ഈ ഫുൾ ഫാമിലോട്ടുള്ള വെള്ളം സപ്ലൈ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു മായാലോകം എന്ന് വേണം നമുക്ക് പറയാം. ഏതൊക്കെ ടൈപ്പ് ചെടികൾ, ഏതൊക്കെ ടൈപ്പ് മരങ്ങൾ, ഇതിൻ്റെയൊക്കെ പേര് നമുക്ക് ചോദിച്ചറിയണം എന്നാഗ്രഹമുണ്ട്, പക്ഷെ ആരുമില്ല ഇവിടെ. ഇതാണ് ജുജുബെ ട്രീ. ജുജുബെ ട്രീ, അതിന് നമ്മുടെ മലയാളത്തിൽ എന്താ പറയുന്നതെന്ന് അറിയില്ല. ഞാൻ കഴിച്ചിട്ടുമില്ല ഫ്രൂട്ട്, പക്ഷെ നല്ലതാണെന്ന് തോന്നുന്നു. കണ്ടിട്ട് കുറച്ച് ഔഷധ ഗുണമൊക്കെ ഉള്ളതെന്ന് തോന്നുന്നു. ഇത് നമ്മുടെ നാട്ടിലെ നാടൻ കുറ്റിനാരങ്ങ എന്ന് പറയും. പക്ഷെ ചെറിയതാണേലും നല്ലതായിട്ട് നാരങ്ങ ഉണ്ടായിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്ന മാങ്ങയുടെ ഒരു മാംഗോ പ്ലാന്റ്സിൻ്റെ ഒരു ഏരിയയിലോട്ടാണ്. ഇത് തോട്ടാപ്പൂരി മാങ്ങയുടെ തൈയാണ്. പലതരത്തിലുള്ള തൈകളുണ്ട് ഇവിടെ. ഇതെല്ലാം ഇവിടെയൊക്കെ ഉണ്ടാകുന്നതുമാണ്. കാരണം മിക്കവാറും ഒമാനികളുടെ വീട്ടിലൊക്കെ കാണാം നമുക്ക് വലിയ മാവിൻ്റെ മരങ്ങളൊക്കെ. ഓറഞ്ച്, ഇതും നാരങ്ങ തന്നെയാണ്. അപ്പുറത്ത് എവിടെയോ ഞാനൊരു വെറൈറ്റി ഓറഞ്ച് ഉണ്ടായിരുന്നു, ഒരു ചെറിയ ഓറഞ്ച്. ഇത് റോസിൻ്റെ സെക്ഷൻ. അധികം പൂവൊന്നും ഉണ്ടായിട്ടില്ല, അത് സീസണിൻ്റെ ആണോ എന്നറിയില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ഓറഞ്ച്, ചെറിയ ഓറഞ്ച്. ഇത് വളരെ ടേസ്റ്റിയാണ് ഈ ഓറഞ്ച്. നമുക്ക് കടയിലൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പം നമ്മൾ ഇപ്പം ഈ ഫലവൃക്ഷ തൈകളുടെ സെക്ഷനിൽ നിന്ന് പുറത്തോട്ട് വന്നു. ഇതും പല കളർഫുൾ പ്ലാന്റ്സ് ഉണ്ട് ഇവിടെ. എന്തായാലും വളരെ ബ്യൂട്ടിഫുള്ളാണ് ഇതൊക്കെ കാണാനും. അതിൻ്റെ ആ ഒരു പ്രസൻസിൽ നമ്മൾ നിൽക്കുമ്പം ഒരു പോസിറ്റീവ് എനർജി തന്നെ നമുക്ക് കിട്ടും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനുണ്ട്. ഒരു 5-6 എപ്പിസോഡൊക്കെ വീഡിയോ എടുത്താലേ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റിയൊക്കെ പറയാൻ പറ്റും. ഇതെല്ലാം വിത്തുകളാണ്. ഇത് പുറത്തുനിന്നൊക്കെ വരുന്ന വിത്തുകളാണ്. നല്ല വിത്താണ്. നമ്മൾ പലതും പാകി കിളിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് അവരുടെ ഒരു ഹാർഡ്വെയറിൻ്റെ സെക്ഷൻ. കൃഷിയുടെ ആവശ്യമുള്ള എന്ത് സാധനം വലിയ നീറ്റായിട്ടൊന്നും അറേഞ്ച് ചെയ്തിട്ടൊന്നുമില്ല, തിരക്കുണ്ടായിരിക്കും. എങ്കിലും എല്ലാ സാധനവും അവൈലബിളാണ്. നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു സാധനം കിട്ടിയില്ല എന്നും പറഞ്ഞ് പോകേണ്ട വരത്തില്ല. വിത്ത് തൊട്ട് അതിന് വേണ്ടുന്ന ഹാർഡ്വെയർ ഐറ്റംസ്, വളം, എല്ലാ സാധനവും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫാമിലെ കാഴ്ചകൾ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് എപ്പോഴേലും നമുക്ക് ഷൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ മേടിച്ച സാധനങ്ങളുമായിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. കുറച്ച് മണ്ണും വളമൊക്കെ നമ്മൾ മേടിച്ചു. അപ്പോൾ ഇനി മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.